നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേവികുളത്ത് എം.വി. ഗോവിന്ദൻ ഉറങ്ങാതെ കാവലിരുന്നിട്ടും കണ്ണും വെട്ടിച്ച് സഖാവ് ഡൽഹിയിലെത്തിയത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കർ കൊടുത്ത ബൊക്കയും പിടിച്ചു നിൽക്കുന്ന ദേവികുളം എം.എൽ.എ. എസ്. രാജേന്ദ്രന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നതോടെ CPM-ന് വായിലെ പിരിവെട്ടിയിരിക്കുകയാണ്. ആ പൂച്ചണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ട് വെക്കണേ എന്ന് എം.വി. ഗോവിന്ദൻ കരയുകയാണ്. ദേവികുളത്ത് ഒരു TP ഉടൻ ഉണ്ടെന്ന് CPM സൈബർ പോരാളികൾ കൊലവിളി നടത്തുന്നു. രാജേന്ദ്രന്റെ കരുനീക്കങ്ങൾ എന്തെന്നറിയാൻ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. ഹൈറേഞ്ചിൽ ഒരു ഇല അനങ്ങിയാൽ താൻ അറിയുമെന്ന് വാദിക്കുന്ന MM മണിയും അറിഞ്ഞില്ലേ ഇടതുപാളയത്തിൽ നിന്നൊരു നേതാവ് കേന്ദ്രത്തിലേക്ക് പാലമിട്ടത്? CPM-ലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയും ഫലിച്ചില്ല. പാർട്ടി വിടില്ലെന്ന പ്രചാരണം തെറ്റിച്ചുകൊണ്ടാണ് ദേവികുളം മുൻ MLA എസ്. രാജേന്ദ്രന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ട്. കേന്ദ്രത്തിലെത്തി BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച വെറുതെയല്ല, എന്തോ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പാർട്ടി പേടി ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഉരുണ്ടു കളിക്കുകയാണ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJP-യിൽ എത്തുമോ എന്ന ആശങ്ക ഇപ്പോൾ CPM-ന് ഉടലെടുത്തിട്ടുണ്ട്. രാജേന്ദ്രൻ ഇനി എത്ര പേരെ BJP-യിലേക്ക് വലിക്കും എന്നതാണ് ഗോവിന്ദന്റെ ഭയം. ഇടതിൽ നിന്ന് ഒരു നേതാക്കളെയും ചൂണ്ടാമെന്ന് BJP സ്വപ്നം കാണണ്ട എന്ന് വെല്ലുവിളിച്ച് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുൻപ് പാർട്ടി സെക്രട്ടറിക്ക് അടാറ് പണി കിട്ടിയത്. മറ്റു പാർട്ടിക്കാരെ പോലെ അല്ലല്ലോ CPM. പാർട്ടി മാറിയാൽ 51 വെട്ട്. ആ ഭയമുള്ളത് കൊണ്ട് രഹസ്യ നീക്കങ്ങളാണ് രാജേന്ദ്രൻ നടത്തുന്നത്. CPM സൈബർ ഗ്രൂപ്പുകൾ കൊലവിളി തുടങ്ങിയതും രാജേന്ദ്രനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കരുതിയിരുന്നോ രാജേന്ദ്ര, ഇന്നോവ ഇറങ്ങാറായി എന്നാണ് ഭീഷണി. തീർക്കുമെന്ന പരസ്യ ഭീഷണി വന്നതോടെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് രാജേന്ദ്രൻ. പ്രകാശ് ജാവദേക്കറെ കണ്ടത് സൗഹൃദ സന്ദർശനം. മുൻപേ ജാവദേക്കറുമായി സൗഹൃദമുണ്ട്. BJP പ്രവേശം ചർച്ച ചെയ്തില്ല. ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. BJP-യിലേക്ക് ക്ഷണമുണ്ടായിരുന്നു, എന്നാൽ പോകുന്നില്ല. CPM-നൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നും രാജേന്ദ്രൻ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി സഹകരിക്കുമെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജാവദേക്കറുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രൻ 2 വ്യത്യസ്ത തിയറികൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് സഹോദരന് വേണ്ടിയാണ് ജാവദേക്കറെ കണ്ടതെന്നാണ്. മറ്റൊന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നും. രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ലെന്ന് ജാവദേക്കറും പറയുന്നു. ഈ വിശദീകരണത്തിൽ CPM-ന് സംശയം പല രീതിയിലാണ്. ഡൽഹിയിൽ പോയതും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടതും സത്യമാണ്. ജാവദേക്കറുമായി വ്യക്തിപരമായി പണ്ടുമുതലേ ബന്ധമുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ പ്രതിപാദിച്ചത്. ഞാൻ BJP-യിലേക്ക് എന്ന തരത്തിലുള്ള പ്രചാരണം ശരിയല്ല എന്നും രാജേന്ദ്രൻ പറയുന്നു. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ല എന്നും S. രാജേന്ദ്രൻ പറയുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ തന്നെയുള്ള ചില നേതാക്കളാണ് തടസ്സം സൃഷ്ടിച്ചതെന്ന് നേരത്തെ S. രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇത് MM മണിയെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞത്. 2 വർഷമായി CPM പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ. CPM നേതാക്കളായ KK ജയചന്ദ്രൻ, MM മണി, CV വർഗീസ് എന്നിവരുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് 17-ന് മൂന്നാറിൽ LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. എന്നാൽ രാജേന്ദ്രന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തിരുന്നില്ല. ഇത് തന്നെ അപമാനിച്ചതിന് തുല്യമാണെന്ന് രാജേന്ദ്രൻ അനുയായികളോട് പറഞ്ഞിരുന്നു. S. രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. BJP സംസ്ഥാന നേതാക്കൾ രാജേന്ദ്രനെ കണ്ടതിന് പിന്നാലെയായിരുന്നു അഭ്യൂഹങ്ങൾ ഉടലെടുത്തത്. പിന്നാലെ അനുനയത്തിന് CPM നേതാക്കളുടെ ശ്രമമുണ്ടായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ ജാവദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ മറുകണ്ഠം ചാടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഗോവിന്ദൻ. മുൻപ് പലതവണ ഗോവിന്ദൻ അനുനയ നീക്കം നടത്തിയിരുന്നു. അതിനുശേഷമാണ് CPM-ൽ നിന്ന് ആരും താമര പിടിക്കില്ല എന്ന് ഗോവിന്ദൻ വാദിച്ചത്. എന്നാൽ രാജേന്ദ്രന്റെ കാര്യത്തിൽ ഇനി വിശ്വാസമില്ല പാർട്ടിക്ക്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന A. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിലായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. ചതിയന്മാരായ ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് അംഗത്വം പുതുക്കാൻ താല്പര്യമില്ലാത്തതെന്നുമായിരുന്നു രാജേന്ദ്രന്റെ മറുപടി. BJP-യുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ചില നിബന്ധനകൾ S. രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു.
പ്രാദേശികമായ നേതൃസ്ഥാനമടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ നിബന്ധനകളിൽ എന്തെല്ലാം ധാരണയുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമല്ല. BJP-യിലേക്ക് പോകുന്നു എന്ന ആരോപണം നിഷേധിച്ചതിന് പിന്നാലെയാണ് രാജേന്ദ്രൻ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തത്. മണ്ഡലം തല പ്രചാരണത്തിന്റെ രക്ഷാധികാരിയായി S. രാജേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയതോടെ അപകടം മണത്തിരിക്കുകയാണ് CPM. രാജേന്ദ്രന്റെ പക്ഷക്കാർ കൂടോടെ BJP-യിൽ ചേക്കേറുമോ എന്ന ഭയം പാർട്ടിക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടാകും. രാജേന്ദ്രൻ BJP-യുമായി കൈകൊടുത്തതോടെ MM മണിയുടെ കിളി പോയിരിക്കുകയാണ്. ഗോവിന്ദൻ മണിയെ എടുത്തിട്ട് കുടയുന്നുണ്ട്. രാജേന്ദ്രനെതിരെ നിരന്തരം വെല്ലുവിളി നടത്തിയിരുന്നത് MM മണിയാണ്. S. രാജേന്ദ്രനെ പച്ചത്തെറി വിളിച്ചിട്ടുണ്ട് ആശാൻ. പാർട്ടിയുടെ ഔദാര്യം നക്കിയിട്ട് നിന്ന് വാചകമടിക്കരുതെന്നും ഇനി ഒരു പദവിയും സ്വപ്നം കാണണ്ട എന്നൊക്കെ രാജേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. ഇന്നിപ്പോൾ രാജേന്ദ്രൻ ഡൽഹിയിൽ BJP-യുമായി ചർച്ച നടത്തിയപ്പോൾ ഗോവിന്ദനും പിണറായിയും പൊരിക്കുന്നത് MM മണിയെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.